സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ജനറൽ ഇക്വേഷൻ ഓഫ് ദി സ്ട്രെയിറ്റ് ലൈൻ. അതുപോലെ അതിനെ മറ്റു പല ഫോമിലേക്ക് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലും ഇൻ്റർസെപ്റ്റ് ഫോമിലും അതുപോലെ നോർമൽ ഫോമിലും ഒക്കെ കൺവേർട്ട് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ജനറൽ ഇക്വേഷൻസ് ഓഫ് എ ലൈൻ. ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജനറൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കുമെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേരിയസ് ഫോംസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് ലൈൻസ് പഠിച്ചു. അതിൽ 1 പോയിൻ്റ് ഫോം, 2 പോയിൻ്റ് ഫോം, അതുപോലെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം, ഇൻ്റർസെപ്റ്റ് ഫോം, ഇതുപോലെ ഒരുപാട് ടൈപ്പിൽ ആ ഇക്വേഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഏതൊരു ഇക്വേഷനും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ അതിനൊരു പ്രത്യേക ഫോർമാറ്റിലാണ് നമ്മൾ വരുന്നത്. അതായത് എക്സ് ഉള്ള ഒരു ടേം, വൈ ഉള്ള ഒരു ടേം, പിന്നെ ഒരു കോൺസ്റ്റൻറ്റ്. ഇത്രയുമാണ് നമ്മുടെ ആ ഇക്വേഷൻസിനകത്തുള്ള ടേംസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇക്വേഷനെ ജനറലായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ക്യാപിറ്റൽ എക്സ് ഉള്ള ടേമിനെ നമുക്ക് എ എക്സ് എന്ന് വിളിക്കാം. വൈ ഉള്ള ടേമിനെ ബി വൈ എന്ന് വിളിക്കാം. ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടാവും തീർച്ചയായിട്ടും, അതിനെ സി എന്ന് വിളിക്കാം, ഈക്വൽ ടു 0. ഇതിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റോ വൈയുടെ കോഎഫിഷ്യൻ്റോ ഏതെങ്കിലും ഒന്ന് 0 ആയാലും ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ളൊരു ഫോമിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ജനറൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എ ഒരു റിയൽ നമ്പറാണ്, ബി ഒരു റിയൽ നമ്പറാണ്, സിയും ഒരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു ഫോമിനെയാണ് ജനറൽ ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. Therefore, a general equation is of the form ax plus by plus c equal to 0, where a and b are not 0 simultaneously. Then it is a general equation of a line. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജനറൽ ഇക്വേഷനാണ് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. എയോ ബിയോ രണ്ടും ഒരുമിച്ച് 0 ആയാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആവുന്നില്ല. കാരണം അപ്പോൾ സി മാത്രമേ ഉണ്ടാവുള്ളൂ, എക്സും വൈയും ഇല്ലാത്ത ടേം ഇക്വേഷനായിപ്പോവും. ഇനി ഈ ജനറൽ ഇക്വേഷനെ നമുക്ക് പല രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിക്കാം. പല രീതിയിൽ ഇതിനെ മാറ്റാൻ പറ്റും. ഒന്നാമത്തെ ഫോം നമ്മൾ നേരത്തെ പഠിച്ച പല ഫോമിൽ ഇതിനെ മാറ്റാൻ പറ്റും. അതായത് ആദ്യമായിട്ട് ഇതിനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിൽ എങ്ങനെയാണ് മാറ്റാൻ നോക്കാം. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് ഇതിനെ മാറ്റുന്നത് ശ്രദ്ധിക്കാം. നമ്മൾ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇനി സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സിയിലേക്ക് മാറ്റാൻ വേണ്ടി ഞാൻ ഈ ഇക്വേഷൻ്റെ വൈ ഉള്ള ടേം ബി വൈ ആണ്, അത് മാത്രം ലെഫ്റ്റിൽ വെച്ചിട്ട് ബാക്കി രണ്ട് ടേമിനെയും റൈറ്റിലേക്ക് എടുക്കുമ്പോൾ നെഗറ്റീവ് എ എക്സ് മൈനസ് സി എന്ന് മാറി വരും. ഇനി വൈ മാത്രം ആവുമ്പോൾ ബി കൊണ്ട് റൈറ്റിൽ ഡിവൈഡ് ചെയ്യുന്നു, നെഗറ്റീവ് എ ബൈ ബി എക്സ് മൈനസ് സി ബൈ ബി. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, വൈ ഈക്വൽ ടു നെഗറ്റീവ് എ ബൈ ബി എക്സ് പ്ലസ് നെഗറ്റീവ് സി ബൈ ബി. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിതിനെ ഈ ഒരു ഇക്വേഷനെ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ സ്ലോപ്പ് എന്താണ് കിട്ടുന്നത്? എം, നെഗറ്റീവ് എ ബൈ ബി. വൈ ഇൻ്റർസെപ്റ്റ് എങ്ങനെ കിട്ടും? നെഗറ്റീവ് സി ബൈ ബി. അതായത് ഇതുപോലൊരു ഇക്വേഷൻ്റെ സ്ലോപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഉടനെ നമുക്ക് പറയാം നെഗറ്റീവ് എ ബൈ ബി ആയിരിക്കും ഈ ലൈനിൻ്റെ സ്ലോപ്പ്. അതുപോലെ ഇതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് സി ബൈ ബി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫോർമുലയാണ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ. സ്ലോപ്പ് ഓഫ് ദി ലൈൻ ax plus by plus c equal to ax plus by plus c equal to 0. ax plus by plus c equal to 0. Slope is equal to minus a by b. ഇനി y intercept is equal to minus c by b. ഇത് ഓർത്ത് വെക്കുക, നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരും. ഇത് ഞാൻ ഫോർമുലയായിട്ട് ഒരു ലിസ്റ്റായിട്ട് ക്ലാസ്സിൻ്റെ അവസാനം ഒരു ലിസ്റ്റായിട്ട് തരാം. നല്ല നീറ്റായിട്ട് നോട്ട് ബുക്കിൽ എഴുതണം. ഇനി അടുത്തതായിട്ട് നമ്മൾ
ഇതിൻ്റെ നെക്സ്റ്റ് ഫോമാണ് നോക്കുന്നത്, ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, AX പ്ലസ് BY പ്ലസ് C ഈക്വൽ ടു 0. ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ ഏത് ഫോമിലായിരുന്നു? X/A പ്ലസ് Y/B ഈക്വൽ ടു 1. അപ്പോൾ ഇതിന് നമ്മൾ ഈ കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷനെ നമ്മൾ ഇതുപോലെയാക്കി മാറ്റാൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യുന്നത് AX, അതായത് നമുക്കറിയാം ഇതിനകത്ത് X ഉള്ള ടേമും Y ഉള്ള ടേമും ലെഫ്റ്റിൽ, കോൺസ്റ്റൻറ്റ് റൈറ്റിലാണ്. അപ്പം ഞാൻ ഈ കോൺസ്റ്റൻറ്റിനെ ആദ്യം റൈറ്റിലേക്ക് എടുക്കുന്നു. therefore we can write AX plus BY equal to negative C എന്ന് എടുക്കുന്നു. AX plus BY is negative C, therefore then divide throughout by negative C, dividing by negative C, A by negative C X plus B by negative C Y ഈക്വൽ ടു നെഗറ്റീവ് C ബൈ നെഗറ്റീവ് C ഈസ് 1. ഇനി ഇതിനെ നമുക്ക് ഈ ഫോമിലേക്ക് മാറ്റണം, ഇതുപോലെ ആക്കണം. എക്സ് മാത്രം മേലെ, മറ്റ് നമ്പർ കോഎഫിഷ്യൻ്റ് നമുക്ക് ഡിനോമിനേറ്ററിൽ വരുന്ന വിധത്തിലേക്ക് മാറ്റണം. അപ്പോഴെങ്ങനെയാണ് മാറ്റുന്നത് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവ് A ബൈ C എക്സ് പ്ലസ് നെഗറ്റീവ് B ബൈ C Y ഈക്വൽ ടു 1 ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ ശ്രദ്ധിക്കുക, എക്സ് മാത്രം ന്യൂമറേറ്ററിൽ, ഈ ടേം ഒന്നിച്ച് വരുന്ന ടേം അതായത് നമുക്ക് ഇതേ ഇക്വേഷനെ തന്നെയാണ് ഞാൻ മാറ്റി എഴുതുന്നത്. അപ്പോൾ രണ്ടും ഒന്നായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ കോഎഫിഷ്യൻ്റ് ഞാൻ എഴുതാൻ ശ്രദ്ധിക്കുക, നെഗറ്റീവ് C ബൈ A നമുക്ക് എഴുതാം. അപ്പോൾ ആക്ച്വലി എക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് കിട്ടുക. നെഗറ്റീവ് C ബൈ A ഡിനോമിനേറ്ററിൽ കൊടുത്തു, പ്ലസ് Y ബൈ നെഗറ്റീവ് C ബൈ B എന്ന് എഴുതുന്നു, ഈക്വൽ ടു 1. അപ്പോൾ ഇപ്പം നമ്മളതിനെ കൺവേർട്ട് ചെയ്തു ഏത് ഫോമിലേക്ക്? X/A പ്ലസ് Y/B ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. നമുക്കറിയാം ഈ ഇക്വേഷനിൽ A എന്ന് പറയുന്നത് X ഇൻ്റർസെപ്റ്റും B എന്താണ്? Y ഇൻ്റർസെപ്റ്റുമാണ്. അപ്പോൾ X ഇൻ്റർസെപ്റ്റ് നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് C ബൈ എയും Y ഇൻ്റർസെപ്റ്റ് നെഗറ്റീവ് C ബൈ ബിയും ആണ്. therefore X ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു X ഇൻ്റർസെപ്റ്റ് equal to negative C by A, Y intercept equal to negative C by B. അപ്പോൾ ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഫോർമുലയാണ്. എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും നമ്മളങ്ങനെ AX പ്ലസ് BY പ്ലസ് C ഈക്വൽ ടു 0യിൽ കണ്ടുപിടിക്കുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയും. ഇത് ഇൻ്റർസെപ്റ്റ് ഫോമാണ്. നമ്മൾ ജനറൽ ഫോമിനെ ഏത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു? ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എയും ബിയും സിയും ഒക്കെ നമ്പേഴ്സ് ആണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഈ നമ്പർ ഇതിന് ഡിനോമിനേറ്ററിൽ കിട്ടും. നമുക്ക് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇനി അടുത്ത ഫോമിലേക്ക് നോക്കാം. നോർമൽ ഫോമാണ്. നമുക്കറിയാം നോർമൽ ഫോമിൽ നമുക്ക് മാറ്റേണ്ടത് ജനറൽ ഫോമിലുള്ളൊരു ഇക്വേഷനെ നോർമൽ ഫോമിലേക്ക് മാറ്റണം. AX പ്ലസ് BY പ്ലസ് C ഈക്വൽ ടു 0നെ നോർമൽ ഫോമിലുള്ള ഇക്വേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഇതാണ് നോർമൽ ഫോമിലുള്ള ഒരു ഇക്വേഷൻ. അപ്പോൾ ഇപ്പോൾ തന്നിട്ടുള്ള ജനറൽ ഫോമിനെ ഇതുപോലെ മാറ്റണം. അപ്പോൾ ഒമേഗ കിട്ടണം, നമുക്ക് പിയും കിട്ടണം. ഇനി ഇത് രണ്ടും ഒരേ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ നമുക്കറിയാം AX പ്ലസ് BY പ്ലസ് C ഈക്വൽ ടു 0നെ നമുക്ക് C റൈറ്റിലേക്ക് എടുത്തിട്ട് എഴുതാം. C റൈറ്റിലേക്ക് എടുക്കുമ്പോൾ മൈനസ് C എന്ന് കിട്ടും. അതുപോലെ എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഈ രണ്ട് ഇക്വേഷൻ, ഇത് രണ്ടും ഒരേ ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോഎഫിഷ്യൻസ് നമുക്ക് പ്രൊപ്പോർഷണലാണെന്ന് പറയാം. അപ്പോൾ കോഎഫിഷ്യൻസ് പ്രൊപ്പോർഷണലാണെങ്കിൽ ആദ്യത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് A ആണ്. അപ്പോൾ A ബൈ പ്രൊപ്പോർഷണലാകുമ്പോൾ A ബൈ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് കോസ് ഒമേഗയാണ്. അപ്പോൾ A ബൈ കോസ് ഒമേഗയുടെ വാല്യൂ B ബൈ സൈൻ ഒമേഗയുടെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കും. അതേസമയം നെഗറ്റീവ് C ബൈ പിയോട് അത് ഈക്വൽ ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഈ ഇക്വേഷനെ ഇതുപോലെയാണ് മാറ്റേണ്ടത്. അപ്പോൾ അത് രണ്ടും ഒരേ ടൈപ്പിൽ നമ്മൾ എക്സ് ഉള്ള ടേം വൈ ഉള്ള ടേം ഇതിൽ ലെഫ്റ്റിലും കോൺസ്റ്റൻറ്റ് റൈറ്റിലാക്കി മാറ്റി എഴുതുമ്പോൾ ഇത് രണ്ടും ഒരേ ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നെങ്കിൽ A ബൈ കോസ് ഒമേഗയുടെ വാല്യൂ
ബി ബൈ സൈൻ ഒമേഗയുടെ വാല്യൂവിനോട് ഈക്വലും അത് നെഗറ്റീവ് സി ബൈ പിയോട് ഈക്വൽ ആയിരിക്കും. ഇനി ഇതിനകത്തുനിന്ന് നമുക്ക് എയും ബിയും അല്ലെങ്കിൽ കോസൊമേഗയും സൈനൊമേഗയും ഇതിനകത്തുനിന്ന് എൻ്റെയും ബീൻ്റെയും ടേംസിൽ അല്ലെങ്കിൽ സീൻ്റെയും ടേംസിൽ കണ്ടുപിടിക്കണം. പിയും കണ്ടുപിടിക്കണം. എങ്കിലേ ഇതുപോലെ മാറ്റി എഴുതാൻ പറ്റുള്ളൂ ഇതിനെ. അപ്പോൾ കോസൊമേഗയും സൈനൊമേഗയും നമ്മളെങ്ങനെ എ ബി സിയുടെ ടേംസിൽ കണ്ടുപിടിക്കും നോക്കാം, പിയും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ റേഷ്യോനെ, നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ റേഷ്യോനെ, അതായത് ഒന്നുകൂടി എഴുതാൻ ഞാൻ എ ബൈ കോസൊമേഗ ഈക്വൽ ടു ബി ബൈ സൈൻ ഒമേഗ ഈക്വൽ ടു സി ബൈ മൈനസ് സി ബൈ പി ആണ്. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷനെ നമുക്ക് കോസൊമേഗ സൈൻ ഒമേഗ അതുപോലെ പിയും ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനിതിനെ ഒന്നാമത്തെ രണ്ട് ഇക്വേഷൻ, അതായത് എ ബൈ കോസൊമേഗേനെ, അതായത് ഈ റേഷ്യോനെ ഞാൻ ഇതിനോട് ഇക്വേറ്റ് ചെയ്യുന്നു. അത് നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് മൈനസ് സി ബൈ പി എന്ന് എഴുതുന്നു. അപ്പോൾ കോസൊമേഗ എന്ത് കിട്ടും? ക്രോസായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കോസൊമേഗ ഈക്വൽ ടു നെഗറ്റീവ് എ പി ബൈ സി എന്ന് കിട്ടും. നെഗറ്റീവ് എ പി ബൈ സി. അതുപോലെ ബി ബൈ സൈനൊമേഗനെ നമുക്ക് നെഗറ്റീവ് സി ബൈ പിയോട് ഇക്വേറ്റ് ചെയ്താൽ സൈൻ ഒമേഗ ഈക്വൽ ടു, ക്രോസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ ഒമേഗ മേലെ വരും, സി താഴോട്ട് വന്നാൽ മൈനസ് ബി പി ബൈ സി എന്ന് കിട്ടും. ഇനി വി നോ ദാറ്റ് കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ ഈക്വൽ ടു 1. അപ്പോൾ നമുക്കിവിടെ എഴുതാം കോസ് സ്ക്വയർ ഒമേഗ പ്ലസ് സൈൻ സ്ക്വയർ ഒമേഗ ഈക്വൽ ടു 1. കോസ് സ്ക്വയർ ഒമേഗയും സൈൻ സ്ക്വയർ ഒമേഗയും 1 ആണെങ്കിൽ എ സ്ക്വയർ പി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 1. ദെർഫോർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, നമുക്ക് ആ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ രണ്ടും ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ നമുക്ക് സി സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. സി സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ എ സ്ക്വയർ പി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പി സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. ന്യൂമറേറ്ററിൽ പി സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ പി സ്ക്വയർ പുറത്തിട്ടാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, സി സ്ക്വയറിന് റൈറ്റിലേക്ക് എടുക്കുമ്പോൾ സി സ്ക്വയറിന് കിട്ടും. അവിടെ നിന്ന് നമുക്ക് പി കിട്ടും അല്ലേ? എങ്ങനെയാണ് പി കിട്ടുന്നത്? പി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടും. അപ്പോൾ പി കിട്ടും പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. പി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് സി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഞാൻ ഒന്നുകൂടി എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി സ്ക്വയറിൻ്റെ റൂട്ട് സി ആണ്, സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് കിട്ടും. അപ്പോൾ നമുക്ക് ആ പി കിട്ടിക്കഴിഞ്ഞു. നമുക്ക് വേണ്ടത് കോസൊമേഗ സൈനൊമേഗ പിന്നെ പി ആണ്. എന്നാലേ നമുക്ക് ആ ഇക്വേഷനെ മാറ്റി എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പി കിട്ടിക്കഴിഞ്ഞു. ഇനി കോസൊമേഗ എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് കോസൊമേഗയുടെ വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നതെന്ന്. അതായത് കോസൊമേഗ മൈനസ് എ പി ബൈ സി ആണ്. അപ്പോൾ നമുക്ക് കോസൊമേഗ എഴുതാം. കോസൊമേഗ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് എ പി ബൈ സി ആണ്. അപ്പോൾ നമുക്ക് കോസൊമേഗനെ എങ്ങനെ എഴുതാം? കോസൊമേഗ ഈക്വൽ ടു നെഗറ്റീവ് എ ഇൻറ്റു പിക്ക് പകരം പ്ലസ് ഓർ മൈനസ് സി ആണ്. അപ്പം സി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ സി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ സി വരിക. സി ഗെറ്റ് ക്യാൻസൽ ആവും. പ്ലസ് ഓർ മൈനസ് ഉള്ളതുകൊണ്ട് ഇവിടെ ചിഹ്നവും അങ്ങനെ തന്നെ പ്ലസ് ഓർ മൈനസ് എന്ന് വരും. കാരണം സിക്ക് പ്ലസ് ഓർ മൈനസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ കോസൊമേഗ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കോസൊമേഗ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതേപോലെ നമുക്ക് സൈനൊമേഗേൻ്റെ ഫോർമുലയിൽ നിന്ന് സൈനൊമേഗ എഴുതാം. സൈനൊമേഗ ഈക്വൽ ടു നമുക്ക് ആദ്യമേ കിട്ടിയത് മൈനസ് ബി പി ബൈ സി ആയിരുന്നു. ഇതേപോലെ എടുക്കുകയാണെങ്കിൽ ഇത് പ്ലസ് ഓർ മൈനസ് ബി ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ്
ബി സ്ക്വയർ എന്ന് കിട്ടും. നേരത്തെ അതേപോലത്തെ സിംപ്ലിഫിക്കേഷനാണ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. സൈൻ ഒമേഗയും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കോസ് ഒമേഗ കിട്ടി, സൈൻ ഒമേഗ കിട്ടി, അതുപോലെ പിയും കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനെ ഇതുപയോഗിച്ച്, അതായത് കോസ് ഒമേഗയും സൈൻ ഒമേഗയും പിയും നമുക്ക് എക്സ് കോസ് ഒമേഗ പ്ലസ് വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആ ജനറൽ ഇക്വേഷനെ ഏത് ഫോമിലേക്ക് മാറ്റാൻ പറ്റും? നോർമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നോർമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേക രീതിയിലാണ് നമ്മളത് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണത് ഈ വാല്യൂസ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അതൊരു എക്സാമ്പിളിലൂടെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആ കൺവേർഷൻ പഠിക്കുന്നത്. അതായത് ഒന്ന് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനും. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, പലപ്പോഴും എക്സാമിന് വരാറുണ്ട്. അതൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ പ്രോബ്ലംസാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതിലെ പ്രോബ്ലംസിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. റെഡ്യൂസ് ദി ഫോളോയിങ് ഇക്വേഷൻ ഇൻ ടു സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ എപ്പോഴും മനസ്സിൽ നമുക്ക് ആദ്യത്തെ ആ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിൻ്റെ ഫോർമാറ്റ് നമുക്ക് ഓർമ്മ വരണം. അതായത് ഏത് ഫോമിലാണ് മാറ്റേണ്ടത്? നമ്മൾ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഫോമിലാണ് നമ്മളിതിനെ മാറ്റേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത് കോൺസ്റ്റൻറ്റ് വൈയുള്ള ടേം മാത്രം ലെഫ്റ്റിൽ വെച്ചിട്ട് ബാക്കിയുള്ള ടേംസിനെ റൈറ്റിലേക്ക് എടുക്കണം. അപ്പോൾ വി ക്യാൻ റൈറ്റ് -3y ഈക്വൽ ടു റൈറ്റിലേക്ക് എടുക്കുന്നത് -2x മൈനസ് 6 എന്ന് കിട്ടും. ഇനി y മാത്രം വരണം ലെഫ്റ്റ് സൈഡിൽ. ഇതുപോലെയാണ് നമുക്ക് മാറ്റേണ്ടത്. y മാത്രം ലെഫ്റ്റിൽ വരണം. അപ്പം -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ y ഈക്വൽ ടു -2x ബൈ -3 മൈനസ് 6 ബൈ -3. Therefore we can write y equal to 2/3x പ്ലസ് 2. അപ്പോൾ ഇതാണ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇതിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് 2/3 ആണ്, y ഇൻ്റർസെപ്റ്റ് ആണ് 2. അടുത്ത ഒരു ചോദ്യം നോക്കാം. റെഡ്യൂസ് ദി ഇക്വേഷൻ 3x പ്ലസ് 4y മൈനസ് 12 ഈക്വൽ ടു 0 ഇൻറ്റു ഇൻ്റർസെപ്റ്റ് ഫോം. ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇൻ്റർസെപ്റ്റ് ഫോം എന്താണെന്നാണ്. അപ്പോൾ ഏത് ഫോമാണ് ഇൻ്റർസെപ്റ്റ് ഫോം? x/a പ്ലസ് y/b ഈക്വൽ ടു 1. ഇതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം 3x പ്ലസ് 4y മൈനസ് 12 ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ എടുക്കുന്നു. ഇതിൻ്റെ കോൺസ്റ്റൻറ്റിനെ റൈറ്റിലേക്ക് എടുക്കുക. അപ്പോൾ 3x പ്ലസ് 4y ഈക്വൽ ടു 12 എന്ന് വരും. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഫോമിലേക്കല്ലേ നമ്മൾ മാറ്റുന്നത്. ഇവിടെ 1 വരണം. നമ്മൾ തിയറി പാർട്ടിൽ ചെയ്ത അതേ പ്രോസസ്സാണ് ഇവിടെ 1 വരാൻ വേണ്ടി ഈ ഇക്വേഷൻ നമ്മളിപ്പം എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? റൈറ്റിൽ 1 കിട്ടണമെങ്കിൽ 12 ഉണ്ട്. 12/12 1 ആണ്. 12 കൊണ്ട് ത്രൂ ഔട്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 3/12x പ്ലസ് 4y/12 ഈക്വൽ ടു 12/12 1 ആവും. അപ്പോൾ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. x/4 ഇവിടെ x/3. ഇതിന് ഇങ്ങനെ മാറി x/4 പ്ലസ് y/3 ഈക്വൽ ടു 1. ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ഏതാണെന്ന ചോദ്യത്തിന് നമ്മൾ എന്താണ് ഉത്തരം കൊടുക്കുക? എക്സ് ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു 4 ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും എഴുതാൻ പറഞ്ഞാൽ എക്സ് ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് എഴുതാം, വൈ ഇൻ്റർസെപ്റ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഫോമിലാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്കൊരു ഐഡിയ നേരത്തെ ഉണ്ടാവണം. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 3x മൈനസ് 4y പ്ലസ് 10 ഈക്വൽ ടു 0. ഫൈൻഡ് സ്ലോപ്പ് ഓഫ് ദി ലൈൻ. സെക്കൻഡ് വൺ എക്സ് ഇൻ്റർസെപ്റ്റ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, പക്ഷേ വളരെ സിമ്പിളുമാണ്. എക്സാമിന് പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മളൊരു ഇക്വേഷനെ നേരത്തെ നമ്മൾ പറഞ്ഞ ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചാൽ കുറച്ചുകൂടി ഈസി ആവും. നമ്മുടെ ജനറൽ ഇക്വേഷൻ ax പ്ലസ് by പ്ലസ് c ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ്റെ അകത്ത് സ്ലോപ്പ് കാണാൻ നമ്മൾ നേരത്തെ ഒരു ഫോർമുല പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. -a/b.
ഇതാണ് സ്ലോപ്പ് കാണാനുള്ള ഫോർമുല, -a/b. ഇനി അതേപോലെ അത് നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം. പക്ഷേ ഇത് കുറച്ചുകൂടി ഓർത്ത് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമാവും. നമുക്ക് സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -a/b. ഓർത്ത് വെക്കുക ഫോർമുല -a. ശ്രദ്ധിക്കണം, -a എന്ന് പറഞ്ഞാൽ ഇവിടെ a എന്ന് പറയുന്നത് 3 ആണ്. അപ്പം -a എന്ന് പറഞ്ഞാൽ -3 ആണ്. ബൈ ബി, ചിഹ്നം വളരെ ശ്രദ്ധിക്കണം. ബൈ ബി എന്ന് പറയുമ്പോൾ ബി ഇവിടെ -4 ആണ്, നോട്ട് ഓൺലി 4. ചിഹ്നം കൂടി എടുത്തിട്ടാണ് നമ്മൾ ബി എടുക്കേണ്ടത്. ബി ഇവിടെ -4 ആണ്. അപ്പോൾ ബി എഴുതുമ്പോൾ -4 എന്ന് എഴുതാം. അപ്പോൾ ആൻസർ എന്ത് വരും? 3/4 എന്ന് വരും. അപ്പോൾ സ്ലോപ്പ് നമുക്ക് കിട്ടി 3/4. വളരെ ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ ബി എടുക്കുമ്പോൾ ചിഹ്നം ഒഴിവാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആൻസർ തെറ്റായിരിക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ചിഹ്നം ശ്രദ്ധിക്കണം കോഎഫിഷ്യൻറ്റിൻ്റെ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കതിനെ ഫോർമുല വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും ഒരുമിച്ച് കിട്ടും നമുക്ക് എപ്പോഴും ഇതിനെ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്താൽ. അപ്പോൾ നമുക്കതിനെ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അടുത്തൊരു പേജിൽ ചെയ്യാം. അതായത് 3x - 4y + 10 = 0 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇതിനെ ഞാൻ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് x/a + y/b = 1ലേക്ക് കൺവേർട്ട് ചെയ്താൽ എയും ബിയും കിട്ടും. a ഈസ് എക്സ് ഇൻ്റർസെപ്റ്റ് ആൻഡ് b ഈസ് വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഞാനിതിൻ്റെ കോൺസ്റ്റൻറ്റിനെ റൈറ്റിലേക്ക് എടുക്കുന്നു. അപ്പോൾ 3x - 4y = -10 കിട്ടും. ഇനി -10 എന്നുള്ളത് 1 ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ -10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ത്രൂ ഔട്ട്. അപ്പോൾ 3x by -10 - 4y by -10 ഈക്വൽ ടു -10 by -10 ഈസ് 1. ഇപ്പോഴും നമ്മൾ ഈ ഇക്വേഷൻ ഈ ഫോമിലേക്ക് ആയിട്ടില്ല, കാരണം ന്യൂമറേറ്ററിൽ എക്സ് മാത്രമേ വരാവൂ, ഇവിടെ ഈ വൈ മാത്രമേ വരാവൂ. ഇവിടെ 3x ഉണ്ട്, 4y ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ മാറ്റുന്നത് ശ്രദ്ധിക്കാം. നമ്മുടെ എക്സിനെ ഞാൻ മേലെ ഇടുന്നു, താഴെ -10/3 എന്ന് മാറ്റാം. -10/3. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നേരെ മുകളിലുള്ളത് തന്നെയാണ് കിട്ടുക. പക്ഷേ ഇവിടെ ഈ ഫോമിൻ്റെ പ്രത്യേകത എക്സ് മാത്രമേ ന്യൂമറേറ്ററിലുള്ളൂ. ഇനി രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുക. നെഗറ്റീവ് നമുക്ക് വേണ്ടത് പ്ലസ് എന്നാണ് അല്ലേ? അപ്പോൾ പ്ലസ് ഇടാം. -4/- -10 എന്ന് പറയുമ്പോൾ പ്ലസ് ആവും, അത് രണ്ട് നെഗറ്റീവ് വരുമ്പോൾ. അതുപോലെ y/10/4 എന്നാണ് കിട്ടുക. 10/4 ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എക്സ് ഇൻ്റർസെപ്റ്റ്, നമുക്ക് എക്സ് ഇൻ്റർസെപ്റ്റ് എഴുതാം. എക്സ് ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു -10/3. വൈ ഇൻ്റർസെപ്റ്റ് ഈക്വൽ ടു 10/4. 10/4 വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 5/2 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ് ഇൻ്റർസെപ്റ്റും വൈ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചിഹ്നങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് മാറിപ്പോയാൽ തെറ്റിപ്പോവും ആൻസർ. അപ്പം അതുപോലെ ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കാം. ഇനി നമുക്ക് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരു ചോദ്യം നോക്കാം. റെഡ്യൂസ് ദി ഇക്വേഷൻ √3x + y - 8 = 0 ഇൻറ്റു നോർമൽ ഫോം. ഒരു ഇക്വേഷനെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ആ രീതിയിലാണ് നമ്മൾ നോർമൽ ഫോമിൽ കൺവേർട്ട് ചെയ്യേണ്ടത്. കോസ് ഒമേഗ അതുപോലെ സൈൻ ഒമേഗ കിട്ടണം, പിന്നെ കോൺസ്റ്റൻറ്റ് പിയും കിട്ടണം. അതായത് നമ്മൾ നോർമൽ ഫോം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോർമൽ ഫോം എന്ന് പറയുന്നത് എക്സ് കോസ് ഒമേഗ + വൈ സൈൻ ഒമേഗ ഈക്വൽ ടു പി. ഇവിടെ നമുക്ക് കിട്ടേണ്ടത് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ കിട്ടേണ്ടത് എന്തൊക്കെയാണ്? ഒമേഗ കിട്ടണം, പിയും കിട്ടണം. അത് കിട്ടിയാലേ നമുക്ക് ഈ ഫോമിലേക്ക് ഈ ഇക്വേഷനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോബ്ലം ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേഷൻ എഴുതുമ്പോഴും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും പ്രോബ്ലം ചെയ്യാൻ എളുപ്പ വഴികളുണ്ട്. അതെങ്ങനെ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ആ ഇക്വേഷൻ എടുക്കുന്നു, √3x + y - 8 = 0. നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഈ ഫോമിലേക്കാണ്. ഈ റൈറ്റിൽ വരുന്ന പി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിനാണ്. പോയിൻറ്റിന് ഡിസ്റ്റൻസ് ഫ്രം ദി ഒറിജിനാണ് പി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ നമ്മളിവിടെ ഈ കോൺസ്റ്റൻറ്റിനെ ആദ്യം ചെയ്യുന്നത് ഈ കോൺസ്റ്റൻറ്റിനെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ ഞാൻ √3x
പ്ലസ് വൈ ഈക്വൽ ടു 8 എന്ന് എടുക്കുന്നു. ഇനി അഥവാ നമുക്ക് തന്ന ഇക്വേഷനിൽ ഈ 8 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ പ്ലസ് 8 ആണെങ്കിൽ ഇങ്ങോട്ട് എടുക്കുമ്പോൾ മൈനസ് ആവും. അപ്പം തീർച്ചയായിട്ടും ഈ പി പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് സംഖ്യ നമുക്കിവിടെ കിട്ടിയാൽ ഇക്വേഷനെ ത്രൂ ഔട്ട് നെഗറ്റീവ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ റൈറ്റിൽ കിട്ടുന്ന ഈ സംഖ്യയെ പോസിറ്റീവായി വെക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്കിത് കൃത്യമായിട്ട് ഈ ഫോമിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റിലേക്ക് നമ്മൾ ഈ കോൺസ്റ്റൻറ്റിനെ എടുക്കുമ്പോൾ അത് പോസിറ്റീവായി മാറുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പോസിറ്റീവ് അല്ല എങ്കിൽ അതിനെ ത്രൂ ഔട്ട് ഇക്വേഷനെ ഒരു നെഗറ്റീവ് ചിഹ്നം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ പോസിറ്റീവാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടി. ഇതിപ്പോൾ ഓൾറെഡി പോസിറ്റീവാണ്. നെഗറ്റീവ് 8 റൈറ്റിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെയുള്ള ഈ സംഖ്യ എ എന്ന് പറയുന്നത് √3 ആണ്, ബി എന്ന് പറയുന്നത് വൈയുടെ കൂടെയുള്ള സംഖ്യ 1 ആണ്. അപ്പം ഞാൻ √(a² + b² കണ്ടുപിടിക്കുന്നു. √(a² + b² കണ്ടുപിടിക്കുന്നു. അതായത് √(a² എന്ന് പറഞ്ഞാൽ 3 ആണ്, b² 1 ആണ്, √4 എന്ന് വരും അല്ലേ. അതിൻ്റെ പോസിറ്റീവ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്നു. √4ൻ്റെ പോസിറ്റീവ് വാല്യൂ 2 ആണ്. ഇനി ഞാൻ ഈ ഇക്വേഷനെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഇക്വേഷനെ 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യും. ഡിവൈഡിങ് ദിസ് ഇക്വേഷൻ ബൈ √(a² + b² ആണ്. അതായത് 2 കൊണ്ട് ഡിവൈഡ്, √(a² + b² കൊണ്ടാണ് ആക്ച്വലി ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ √3/2x പ്ലസ് y/2 ഈക്വൽ ടു 8/2. 2 കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുന്നത്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? √(a² + b² ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് നമ്മുടെ എക്സ് കോസ് ഒമേഗ അല്ലേ. നമ്മൾ നോർമൽ ഫോം ഇങ്ങനെയാണ്, y sin ഒമേഗ ഈക്വൽ ടു പി ആണ്. ഇവിടെ 2 നമ്മൾ 8 കൺവേർട്ട് ചെയ്യുമ്പോൾ 4 കിട്ടും. ഇതായിട്ടൊന്ന് കമ്പയർ ചെയ്യുക ഇക്വേഷനെ. ഈ നമുക്ക് കിട്ടേണ്ട ഇക്വേഷനും ഇപ്പോൾ കിട്ടിയ ഇക്വേഷനുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് കോസ് ഒമേഗ കിട്ടും അല്ലേ. കോസ് ഒമേഗ എന്താ കിട്ടുക? എക്സിൻ്റെ കൂടെയുള്ള സംഖ്യയാണ് കോസ് ഒമേഗ √3/2. എക്സിൻ്റെ കൂടെയുള്ള ഇക്വേഷൻ √3/2. നമ്മൾ ചെയ്തത് ഇവിടെ ഒന്നാമത്തെ ഇക്വേഷനെയും രണ്ടാമത്തെ ഇക്വേഷനെയും കമ്പയർ ചെയ്തു അല്ലേ. കമ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് √3/2. സൈൻ ഒമേഗ എന്ത് കിട്ടും? 1/2. കോസ് ഒമേഗ √3/2, സൈൻ ഒമേഗ 1/2 ആണെങ്കിൽ തീർച്ചയായിട്ടും ഒമേഗ നമുക്ക് പറയാൻ പറ്റും എന്തായിരിക്കും വാല്യൂ. ഒമേഗയുടെ വാല്യൂ 30 ഡിഗ്രി ആയിരിക്കും അല്ലേ. 30 ഡിഗ്രി, ഒമേഗ 30 ഡിഗ്രിയാണ്. അപ്പോൾ ഒമേഗ 30 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഉടനെ പിയുടെ വാല്യൂ എന്തായിരിക്കും? പി ഈക്വൽ ടു 4 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒമേഗ കിട്ടി, പി കിട്ടി. ഒമേഗയും പിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം, നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. Therefore the normal form is x cos 30 plus y sin 30 equal to x cos 30 plus y sin 30 equal to 4 എന്ന് നോർമൽ ഫോം എഴുതാം. അതുപോലെ നമ്മളോട് ചോദിച്ചത് പിയുടെ വാല്യൂയും ഒമേഗയുടെ വാല്യൂ ആണ് അല്ലേ. പിയുടെ വാല്യൂ 4 ആണ്, ഒമേഗയുടെ വാല്യൂ 30 ഡിഗ്രിയാണ്. ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഇതാണ്, നമ്മൾ റൈറ്റിലേക്ക് കോൺസ്റ്റൻ്റ് എടുക്കുമ്പോൾ ഇത് പോസിറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമേ നമ്മൾ √(a² + b² കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ഒരു ടോപ്പിക്കാണ് ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻ്റ് ഫ്രം എ ലൈൻ. ഒരു പോയിന്റിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് ലൈനിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുലയാണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, എൽ എന്ന് പറയുന്ന ഒരു ലൈൻ. ഒരു പോയിൻ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ലൈനിൻ്റെ മേലെയുള്ള പോയിൻ്റ് അല്ല, പി പുറത്തുള്ളൊരു പോയിൻ്റാണ്. x1 y1 തന്ന പോയിൻ്റാണ്. അവിടെ നിന്ന് ലൈനിലേക്ക് എത്ര ദൂരം, അതായത് ഡി എന്നുള്ള ദൂരം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഡി കാണാനുള്ളൊരു ഫോർമുലയാണ് നമുക്കിവിടെ ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ചിത്രം വരക്കുന്നു, പി പ്ലോട്ട് ചെയ്യുന്നു. പിയിൽ നിന്നും ലൈനിലേക്കുള്ള ദൂരം ഡി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും എപ്പോഴും ചെറിയ ദൂരം, അതുകൊണ്ട് നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരക്കുന്നു, ഡി എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഡി എങ്ങനെ ഇതിൽ നിന്നും
കണ്ടുപിടിക്കാം. ഡി എന്ന് പറയുന്നത് പി എമ്മിൻ്റെ ലെങ്ത്താണ് അല്ലേ. പി എം എന്ന് പറയുന്ന പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത്താണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചുകൂടി ഈ ചിത്രത്തിൽ ഡെറിവേഷന് വേണ്ടി കുറച്ചുകൂടി ചിത്രത്തിലൊരു 2 സെഗ്മെൻറ്റ് കൂടി നമുക്ക് അധികം വരക്കണം. നമുക്ക് പി ആർ എന്നുള്ള ലൈനും അതുപോലെ പി ക്യൂ എന്നുള്ള ലൈൻ സെഗ്മെൻറ്റും ഒന്ന് വരക്കാം. ഈ തന്നിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനെ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് എടുക്കാം. നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനെ ഞാൻ എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് എടുക്കുന്നു. ഇനി ഈ സ്ട്രെയിറ്റ് ലൈൻ എക്സ് ആക്സിൽ മുട്ടുന്ന പോയിൻ്റാണ് ക്യൂ. അപ്പോൾ എക്സ് ആക്സിൽ മുട്ടുന്ന പോയിൻ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇതിൻ്റെ കോർഡിനേറ്റ്സ് എക്സ് ആക്സിലാകുമ്പോൾ നമുക്കറിയാം വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷനിൽ ഞാൻ വൈ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നു. എ എക്സ് പ്ലസ് വൈ കോർഡിനേറ്റ് 0 എന്ന് കൊടുത്താൽ ബി ഇൻറ്റു 0 പ്ലസ് സി ഈക്വൽ ടു 0. നമുക്കപ്പോൾ എ എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സി, എക്സ് ഈക്വൽ ടു നെഗറ്റീവ് സി ബൈ എ. ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് സി ബൈ എയും വൈ കോർഡിനേറ്റ് സിയുമായിട്ടുള്ള പോയിൻ്റാണ് അപ്പോൾ ക്യൂ. അപ്പോൾ ക്യൂവിനെ നമുക്ക് നെഗറ്റീവ് സി ബൈ എ 0 എന്നുള്ള പോയിൻ്റായിട്ട് എടുക്കാം. അപ്പോൾ ക്യൂ നമുക്ക് കിട്ടി. ഇതേപോലെ നമുക്ക് ആറും കണ്ടുപിടിക്കാം. എങ്ങനെ ആറ് കണ്ടുപിടിക്കും? ആറ് കണ്ടുപിടിക്കാൻ അത് ആറെന്ന് പറയുന്നത് ലൈന് വൈ ആക്സിൽ മുട്ടുന്ന പോയിൻ്റാണ്. ലൈന് വൈ ആക്സിൽ മുട്ടുന്ന പോയിൻ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ തന്നിട്ടുള്ള ഇക്വേഷൻ്റെ അകത്ത് ഞാനിത് മായ്ക്കുന്നു. തന്നിട്ടുള്ള ഇക്വേഷനിൽ എന്ത് കൊടുക്കാം? ഈ തന്നിട്ടുള്ള ഇക്വേഷനിൽ നമുക്ക് എക്സിന് 0 എന്ന് കൊടുക്കാം. അപ്പോൾ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0ന് എക്സിന് പുട്ട് എക്സ് ഈക്വൽ ടു 0 എക്സിന് 0 എന്ന് കൊടുത്താൽ നമുക്ക് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദഫോ ബി വൈ ഈക്വൽ ടു നെഗറ്റീവ് സി, വൈ ഈക്വൽ ടു നെഗറ്റീവ് സി ബൈ ബി. അപ്പോൾ ആറെന്ന് പറയുന്ന പോയിൻറ്റിനെ നമുക്ക് 0 നെഗറ്റീവ് സി ബൈ ബി എന്ന് പറയാം, അതിൻ്റെ കോർഡിനേറ്റ്സ്. അപ്പോൾ അതിലൂടെ ആറിന് ഞാൻ 0 നെഗറ്റീവ് സി ബൈ ബി എന്ന് പോയിൻ്റ് എടുക്കും. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ 3 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. പി കിട്ടി, ക്യൂ കിട്ടി, ആർ കിട്ടി. അപ്പം 3 പോയിൻ്റ് ട്രയാങ്കിളിൻ്റെ 3 പോയിൻറ്റിന് നമുക്ക് ഒരു പുതിയ പേജിലെടുക്കാം. ട്രയാങ്കിളിൻ്റെ 3 പോയിൻ്റാണ്. ഒന്ന് പി x1 y1, നമ്മൾ പി എന്ന് പറയുന്ന പോയിൻ്റ് നമുക്ക് തന്ന പോയിൻ്റാണ്. പിന്നെ ക്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്യൂ ഈസ് ദി പോയിൻ്റ് നെഗറ്റീവ് സി ബൈ എ 0, ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ്. ഇനി ആർ എന്ന് പറയുന്ന പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0 നെഗറ്റീവ് സി ബൈ ബി. ഇനി പി ക്യു ആറിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അതിനകത്ത് പി എം വരുന്നുണ്ട്. പി എം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു, നമ്മൾ സാധാരണ ഫോർമുല ഹാഫ് ബി എച്ച് ഉപയോഗിക്കുമ്പോൾ ഹാഫ് ഇൻറ്റു പി എം ഇൻറ്റു ക്യു ആർ എന്ന് എടുക്കാം. ഹാഫ് ഇൻറ്റു പി എം ഇൻറ്റു ക്യു ആർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പി എം എന്നുള്ള സൈഡ് കണ്ടുപിടിക്കാൻ ഇവിടെ നിന്നൊരു ഫോർമുല കിട്ടും. ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഡിവൈഡഡ് ബൈ ക്യു ആർ ഇൻറ്റു ഇവിടെ ഒരു 2 വരും അല്ലേ. അതായത് ഈ ഇക്വേഷൻ്റെ അകത്തുനിന്ന് ഞാൻ 2 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ, ക്യു ആറിന് ഇങ്ങോട്ടേക്ക് എടുത്താൽ ബൈ ക്യു ആർ ഈക്വൽ ടു ആരായിരിക്കും? പി എം ആയിരിക്കും. അപ്പോൾ പി എമ്മിൻ്റെ ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഒരു ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ഫോർമുല ഉപയോഗിച്ച് നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ, അതായത് ഏരിയ കാണാൻ നമ്മൾ നേരത്തെ 3 വെർട്ടെക്സ് കിട്ടിയാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്ക് കാണാനൊരു ഫോർമുലയുണ്ട്. ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് x1 y2 മൈനസ് y3 പ്ലസ് x2 y3 മൈനസ് y1 പ്ലസ് x3 y1 മൈനസ് y2. ഇങ്ങനെയൊരു ഫോർമുല നമ്മൾ നേരത്തെ
പഠിച്ചു വെച്ചതുണ്ട്. അതിൽ ഈ 3 പോയിൻ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ എങ്ങനെയുണ്ടാവും നോക്കാം. അടുത്ത പേജിൽ നമുക്ക് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് x1 y1 ആണ് നമ്മൾ ആദ്യത്തെ പോയിൻ്റ്. അപ്പോൾ x1 തന്നെ എടുക്കാം. പിന്നെ 0 മൈനസ് സി ബൈ ബി, അപ്പോൾ 0 പ്ലസ് സി ബൈ ബി പ്ലസ് x2 ഇൻറ്റു x2 എന്ന് പറയുന്നത് സി ബൈ എ ആണ്, നെഗറ്റീവ് സി ബൈ എ. അപ്പോൾ നെഗറ്റീവ് സി ബൈ എ ഇൻറ്റു x2 ഇൻറ്റു y3 മൈനസ് y1. y3 എന്ന് പറയുമ്പോൾ നെഗറ്റീവ് സി ബൈ ബി മൈനസ് y1 പ്ലസ് 0 ഇൻറ്റു x3 ഇൻറ്റു y1 മൈനസ് y2 എന്ന് പറഞ്ഞാൽ 0. ഇങ്ങനെ. അപ്പോൾ ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് x1 സി ബൈ ബി പ്ലസ് y1 ഇൻറ്റു അല്ലേ പ്ലസ് സി ബൈ എ ഇൻറ്റു അല്ലേ സി ബൈ എ ഇൻറ്റു നെഗറ്റീവ് സി ബൈ ബി നെഗറ്റീവ് സി ബൈ ബി മൈനസ് y1. ദാറ്റ് ഈസ് നെഗറ്റീവ് സി ബൈ എ ഇൻറ്റു നെഗറ്റീവ് സി ബൈ ബി മൈനസ് y1 പ്ലസ് 0. അത് എഴുതണ്ട. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 1/2 മോഡുലസ് ഓഫ് x1 സി ബൈ ബി. ഇനി y1 ഉള്ള ടേം എഴുതാം. നെഗറ്റീവ് സി ബൈ എ ഇൻറ്റു നെഗറ്റീവ് y1 പ്ലസ് ആവും അല്ലേ, പ്ലസ് y1 ഇൻറ്റു സി ബൈ എ, പിന്നെ നെഗറ്റീവ് സി ബൈ എ ഇൻറ്റു നെഗറ്റീവ് സി ബൈ ബി, ദാറ്റ് ഈസ് പ്ലസ് സി സ്ക്വയർ ബൈ എ ബി. ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ടേമിനെ ഇത് രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഒന്നാമത്തത് ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണാൻ ഒരു ഫോർമുല നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ഇക്വേഷൻ ഒന്നാമത്തെ ഇക്വേഷനിൽ നമ്മൾ ഏരിയക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ കിട്ടിയ ഏരിയ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുക നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇൻ ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1ൽ ഏരിയക്ക് പകരം നമുക്കിപ്പോൾ കിട്ടിയത് കൊടുക്കുന്നു. അപ്പോൾ 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ നമുക്കൊന്ന് സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. 2 ഇൻറ്റു ഏരിയ ഓഫ് പി ക്യു ആറിനെ നമുക്ക് is equal to 2 into 1/2 mod x1 c by b plus y1 c by a plus c square by ab. ഇതാണ് 2 ഇൻറ്റു ഏരിയ വരിക. അപ്പോൾ 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2 ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ നമുക്ക് എ ബി കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ ആക്കിയാൽ, എ ബി കോമൺ ആക്കിയാൽ, ഡിനോമിനേറ്ററിൽ എ ബി ആക്കിയാൽ നമുക്ക് കിട്ടുന്നത് x1 ഇൻറ്റു എ സി പ്ലസ് y1 ഇൻറ്റു ബി സി പ്ലസ് സി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അതിൽ മോഡുലസ് ദാറ്റ് ഇസ് ഈക്വൽ ടു സി ബൈ എ ബി പുറത്തേക്ക് എടുക്കുക. സി ബൈ എ ബി പുറത്തെടുത്താൽ എ x1 പ്ലസ് ബി y1 പ്ലസ് സിന്ന് വരും ഉള്ളിൽ x1. അപ്പോൾ ഇവിടെ നമുക്ക് സി ബൈ എ ബി മോഡുലസ് ഓഫ് സി ബൈ എ ബി പുറത്തേക്ക് എടുത്താൽ മോഡുലസ് ഓഫ് എ x1 പ്ലസ് ബി y1 പ്ലസ് സി എന്ന് കിട്ടും. ഇനി അതിൽ ക്യു ആർ നമുക്ക് കണ്ടുപിടിക്കാം. 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ആണ് നമ്മളിപ്പോൾ എടുത്തത്. ഇനി ക്യു ആർ കണ്ടുപിടിച്ചാൽ ക്യു ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ എന്ന് പറഞ്ഞ പോയിൻ്റ് 0 നെഗറ്റീവ് സി ബൈ ബിയും ക്യൂ എന്ന് പറയുന്ന പോയിൻ്റ് നെഗറ്റീവ് സി ബൈ എ 0 ആണ്. അപ്പോൾ x2 മൈനസ് x1, അപ്പോൾ 0 മൈനസ് സി ബൈ എ പ്ലസ് സി ബൈ എ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 മൈനസ് 0 ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
സി സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ ബൈ ബി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ എ സ്ക്വയർ ബി സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്റർ എടുത്താൽ എ സ്ക്വയർ ബി സ്ക്വയർ എടുത്താൽ കിട്ടുന്നത് ബി സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ എന്ന് കിട്ടും. അതിനകത്തുനിന്ന് സി സ്ക്വയർ ന്യൂമറേറ്ററിൽ കോമൺ ആണ്. അപ്പോൾ സി സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും, പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു, റൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ ഈ സ്ക്വയർ സിംഗിളായിട്ട് മാറും. സി ബൈ എ ബി എന്ന് എടുക്കാം. സി ബൈ എ ബി പുറത്തെടുത്താൽ അത് മോഡിലെടുക്കാം, കാരണം റൂട്ടിന് പുറത്ത് വരുമ്പോൾ പ്ലസ്സോ മൈനസോ ആവാം. അപ്പോൾ മോഡിന് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റാവും. റൂട്ട് ഓഫ്, നമ്മളെ പോസിറ്റീവ് വാല്യൂ മാത്രം, ക്യു ആർ ലെങ്ത് ആണ്, അപ്പോൾ പോസിറ്റീവ് മാത്രം എടുക്കുന്നു. സി ബൈ എ ബി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് എടുക്കും. അപ്പോൾ സി ബൈ എ ബി റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ക്യു ആർ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് അത് കൊടുക്കുന്നു. പി എം ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ ഡിവൈഡഡ് ബൈ ക്യു ആർ. ഇതാണ് നമ്മുടെ നേരത്തെ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ്. ഇറ്റ്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ന് 2 ഇൻറ്റു ഏരിയ നമുക്ക് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഇൻറ്റു ഏരിയനെ ഫുള്ളായിട്ട് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് സി ബൈ എ ബി ഇൻറ്റു മോഡ് എ എക്സ് 1 പ്ലസ് ബി വൈ 1 പ്ലസ് സി 2 ഇൻറ്റു ഏരിയ കിട്ടിയിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ക്യു ആർ. ക്യു ആർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് സി ബൈ എ ബി, അത് മോഡുലസ് ആണ്, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ സി ബൈ എ ബി കട്ടായി പോവും. പി എം ആണ് നമ്മുടെ ദൂരം. പി എമ്മിനെ നമുക്കൊന്നുകൂടി എഴുതാം. ദെർഫോർ പി എം ഈസ് ഈക്വൽ ടു എക്സ് മോഡുലസ് ഓഫ് എ എക്സ് 1 പ്ലസ് ബി വൈ 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. ഡിസ്റ്റൻസ് ഫ്രം ദി പോയിൻറ്റ് x1 y1 ടു ദി ലൈൻ ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 ഈസ് മോഡുലസ് ഓഫ് ax1 പ്ലസ് ബി വൈ 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെ എടുക്കാം. ഈ ഫോർമുല ഒന്ന് ഓർത്ത് വെക്കുക. ഡിസ്റ്റൻസ് കാണാനുള്ള ഒരു ഫോർമുലയാണ്. ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഒരു ചോദ്യം നോക്കാം. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി പോയിൻറ്റ് 3, -5 ഫ്രം ദി ലൈൻ 3x മൈനസ് 4y മൈനസ് 26 ഈക്വൽ ടു 0. അപ്പോൾ അവിടെ നമ്മുടെ ഫോർമുല ഡി ax പ്ലസ് ബി വൈ പ്ലസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ തന്നിട്ടുള്ള ലൈനിൻ്റെ ഇക്വേഷനാണ്. x1 y1 എന്ന് പറയുന്ന പോയിൻ്റാണ് 3, -5. അപ്പോൾ ഒന്ന് പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. x1 y1 എന്ന് പറയുന്ന പോയിൻ്റ് ആണ് 3, -5 എന്ന് പറയുന്ന പോയിൻ്റ്. അപ്പോൾ നമ്മുടെ ax പ്ലസ് ബി വൈ പ്ലസ് സി എന്ന് പറയുന്ന ഇക്വേഷനാണ് 3x മൈനസ് 4y മൈനസ് 26 ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല ഒന്ന് എഴുതുക. ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് ax1 പ്ലസ് ബി വൈ 1 പ്ലസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇവിടെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് പോയിൻ്റ് x1 y1 നമ്മളെ പോയിൻ്റ് തന്നിട്ടുള്ള പോയിൻ്റ് എ എന്ന് പറയുന്ന വാല്യൂ 3 ആണ്. ഇവിടെ ബി എന്ന് പറയുന്ന വാല്യൂ -4 ആണ്. സി എന്ന് പറയുന്ന വാല്യൂ -26 ആണ്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നു മോഡുലസ് ഓഫ് എ ദാറ്റ് ഈസ് 3 ഇൻറ്റു x1 ദാറ്റ് ഈസ് 3 -4 ആണ് ബി, -4 ഇൻറ്റു y1 ദാറ്റ് ഈസ് -5 പ്ലസ് 26 പ്ലസ് -26, അപ്പോൾ -26 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ പ്ലസ്
ബി സ്ക്വയർ ഈസ് -4 സ്ക്വയർ, -4ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ എപ്പോഴും അത് പോസിറ്റീവ് ആയിരിക്കും. ഈ വാല്യൂ ആണ് നമ്മുടെ ഡി. ഡി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡി ഈക്വൽ ടു മോഡുലസ് ഓഫ് 3 × 3 9 പ്ലസ് -4 × -5 ഈസ് 20, then -26 divided by root of 9 plus -4 square is 60. This is the modulus. That is equal to 29 minus 26 is 3 divided by root of 25, that is 5. Modulus of 3 by 5, that is equal to mod 3 by 5 equal to 3 by 5. Therefore distance is equal to 3 by 5. Formula apply ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം.